ഹലോ, ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ടോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ നമുക്കിന്നൊരു സൺഡേ വ്ളോഗ് കണ്ടാലോ? വയോ. രാവിലെ എണീറ്റ് വന്നപ്പോഴാണ് ഉണ്ണിയാ പറയുന്നത് നമ്മുടെ ഫിഷ് ടാങ്കിന്റെ അവിടെ ഇങ്ങനെ ഒരാൾ പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന്. നമ്മളിവിടെ ഇതിനെ പൊന്മാൻ എന്നാണ് പറയാ, ചിലര് മീൻകുത്തി എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് തവണ അതിനെ ആട്ടിപ്പായിക്കാനൊക്കെ നോക്കിയിരുന്നു കേട്ടോ, പക്ഷെ മൂപ്പർക്ക് ഒരു പേടിയില്ല. ലാസ്റ്റ് നമ്മൾ സഹി കെട്ടിട്ട് നെറ്റൊക്കെ വെച്ച് കൊടുത്തു, കാരണം രണ്ട് മീനും ഓൾറെഡി പിടിച്ചു കൊണ്ടുപോയിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിന്റെ ബാക്കിലുള്ള മുരുക്ക് മരത്തിന്റെ കൊമ്പുകളാണ്. ഇത് കുറച്ച് നാളായി വെട്ടാൻ വേണ്ടി ഇരിക്കണം, കാരണം താഴത്തേക്ക് തീരെ വെയിലൊന്നും കിട്ടുന്നില്ല. താഴെ കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് തീരെ വെയിൽ കിട്ടാത്തതുകൊണ്ട് വെട്ടാന്ന് വിചാരിച്ചു. പിന്നെ മിത്തു അമൃത ആസ് യൂഷ്വൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കട്ടയ്ക്ക് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ മരത്തിന്റെ കൊമ്പും ചമ്മലൊക്കെ ഞങ്ങൾ ഈ സ്ഥലത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ കൂട്ടിയിടുക. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനെ വളമായിട്ട് നമ്മുടെ ചെടിയുടെ കടക്കിലൊക്കെ കൊണ്ടിടാറുണ്ട്. അങ്ങനെ അതൊക്കെ അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേ നമ്മുടെ വീട്ടില് കഴിഞ്ഞ മഴയത്ത് വീണ ചെറിയൊരു പ്ലാവിന്റെ കടയാണ് കേട്ടോ ഇത് കാറ്റത്ത് അങ്ങ് ചെരിഞ്ഞ് വീണതാണ്. അപ്പൊ അതൊക്കെ വെട്ടി വിറകാക്കി വെച്ചു. അങ്ങനെ ഞാൻ നട്ട പപ്പായ മരത്തിൽ ആദ്യമായിട്ട് ചെറിയൊരു കാ പിടിച്ചു കേട്ടോ. ഈ പപ്പായ ഞാൻ അങ്ങനെ അധികം കഴിക്കില്ലായിരുന്നു, പക്ഷെ ഈ സാധനം വെച്ചിട്ട് ഞാൻ കണ്ണൂർ കോക്ടെയിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ എൻ്റെ മക്കളെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഈ പപ്പായ ഇഷ്ടമല്ലാത്തവർ കണ്ണൂർ കോക്ടെയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോ കേട്ടോ, എന്തായാലും ഇഷ്ടമാവും. അപ്പൊ നമുക്ക് ഇന്ന് ചെറിയൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ എൻ്റെ കസിൻസിന്റെ മക്കളാണ് കേട്ടോ. ഇവരൊക്കെയാണ് കേട്ടോ എൻ്റെ കുട്ടി പട്ടാളം. ഇനിയിപ്പോ ബാക്കിൽ എൻട്രി ചെയ്യാൻ പോകുന്നതാണ് എൻ്റെ മെയിൻ പട്ടാളം. ഇവര് പിന്നെ എപ്പോഴും എൻ്റെ വ്ളോഗിൽ ഉണ്ടാവും. ഒന്ന് രണ്ട് പേരുടെ വീട് ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും വീട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അത് കഴിഞ്ഞ് ചെറുതായിട്ട് ഞങ്ങളൊന്ന് പാടം വരെ നടക്കാൻ പോയിരുന്നു കേട്ടോ. എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു മെയിൻ പരിപാടിയാണ്, പ്രത്യേകിച്ച് സൺഡേസിൽ പാടത്തേക്ക് പോവുക, നടക്കാൻ പോവുക. അതൊക്കെ പാടത്തിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് പോകാറുള്ളത് ഈ നാരങ്ങ പറിക്കാനും ലൂബിക്ക് പറിക്കാനൊക്കെയാണ്. ആ സൈഡിലൊക്കെ ആയിരുന്നോ? പൊക്കോ പൊക്കോ, പോയി കയറി പൊട്ടിക്ക്. മുകളിൽ നീ കയറിക്കോ, വീഴില്ല പൊട്ടില്ല. അങ്ങനെ അത്യാവശ്യം കുറെ നാരങ്ങയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മെയിൻ പരിപാടി വീട്ടിൽ പോവുക, ഇതൊക്കെ വെള്ളം കലക്കി കുടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ കുട്ടി സൺഡേ പരിപാടികൾ. അപ്പൊ ഇഷ്ടപ്പെട്ട വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ബൈ ഓൾ.